എന്തുകൊണ്ടാണ് ഇപ്പം ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷനിലേക്ക് നോക്കിയത്? കാരണം പലർക്കും പല റീസൺ ആയിരിക്കും. ചിലർ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നുള്ള ചുറ്റുപാടിൽ നിന്ന് കഴിച്ചിലായി പോയാൽ മതി എന്നുള്ള രീതിയിൽ പോകും. ചിലർ നല്ല ബെറ്റർ ഏർണിംഗ് അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവുക, ഒരുപാട് യാത്ര ചെയ്യുക, പലർക്കും പല റീസൺസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മാസ്റ്റേഴ്സ് UK പോകണം അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു? ഇപ്പോൾ US പോയി പഠിക്കണം അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോയി പഠിക്കണം, ഇതൊക്കെ ഇങ്ങനെ മൈൻഡിലുണ്ട്. പക്ഷെ അതേ സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് സത്യത്തിൽ ഡിഗ്രി ചെയ്യുമ്പോഴും ആ ഒരു ആലോചന ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം കൂടി എടുത്തു. ആ ഒരു സമയത്താണ് കുറച്ചും കൂടെ ഇനി കണ്ടിന്യൂ ആണെങ്കിൽ ഞാൻ പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. 2017 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 2019 എൻ്റെ മൊത്തം പരിപാടി കഴിയേണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നത്. ഫിസിക്സ് ആയിരുന്നു എൻ്റെ ബാച്ചിലേഴ്സ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ആസ്ട്രോഫിസിക്സ് ഒക്കെ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഫിസിക്സിലെ കുറച്ചും കൂടെ അപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ BSc ഫിസിക്സ് കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. MSc ഇലക്ട്രോണിക്സ് ഉണ്ടാവും, MSc ഫിസിക്സ് അല്ലെങ്കിൽ MSc ആസ്ട്രോഫിസിക്സ് പോലും വളരെ 1-2 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൂ, വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. പിന്നെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് അബ്രോഡ് നോക്കുമ്പോൾ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് മെറ്റിയോറോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് എത്തണം. അപ്പോൾ അതൊരു ഫിസിക്സിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ജോഗ്രഫിയുടെ അപ്ലിക്കേഷൻ ഉണ്ട്, വെതറിനെ കുറിച്ചുള്ള. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വിചാരിക്കേണ്ടി ചെയ്തു.